ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ എന്ത് കാപ്പി ഉണ്ടാക്കാന്നുള്ള ചോദ്യമായി കേട്ടോ. അപ്പോൾ വേറൊന്നും തലേദിവസം ഒന്നും വെള്ളത്തിലിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഒരു സംഭവം തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയാണ് പുട്ടിനൊക്കെ എടുക്കുന്നത്. അതേ അരിപ്പൊടി തന്നെയാണ് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ. തേങ്ങ, ശർക്കര, ശകലം നമ്മുടെ എന്താണ് മറ്റേ ഐറ്റത്തിൻ്റെ പേരെന്താണ്, ഏലക്കയും കൂടി ഇട്ടിട്ട് ഈ ഒരു ഐറ്റത്തിൽ വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ആവി കെട്ടുന്ന സ്റ്റീമറിലിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഒന്ന് എണ്ണ തടവി വയ്ക്കുക, കാരണം ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഓരോ നമ്മുടെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി വെച്ചിട്ടുണ്ട്. ആ ഉണ്ടകളൊക്കെ എടുത്തിനകത്ത് വെച്ചിട്ട് ചപ്പേന്നും കൊണ്ട് ആക്കിയെടുക്കുക. ഇതിലിട്ട് ചപ്പിയിട്ട് തൊട്ടപ്പുറത്ത് എടുത്തിട്ട് നമ്മുടെ തേങ്ങ എടുത്ത് കുറച്ച് ശകല തേങ്ങ വെക്കുക, കാരണം കുറച്ച് സൈസേ ആക്കാൻ പറ്റുള്ളൂ. കുറച്ച് തേങ്ങ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് മടക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മാവൊക്കെ വെളിയിൽ പോവും, അതൊക്കെ എടുക്കുക. അത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇത് നമ്മുടെ മോമോസൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഞാനത് മീഷോ നിന്നാണ് വാങ്ങിച്ചത്. വേണ്ടുന്നവർക്ക് കമൻറ്റായിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ ലിങ്ക് ഇട്ട് തരാം കേട്ടോ. അപ്പം വലുതാക്കി എടുത്തു കഴിഞ്ഞാലും ചെറുതാക്കി എടുത്തു കഴിഞ്ഞാലും അഡീഷണൽ മാവ് കുറേ പോകും. അതുകൊണ്ട് ഞാൻ വെച്ച് ഒറ്റ പിതുക്കിലാക്കി, 2 പിതുക്കായി കഴിഞ്ഞാൽ വലുതാകും. അപ്പോൾ കുറച്ച് അഡീഷണൽ മാവ് തോനെ പോകും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒറ്റ പിതുക്കിലാക്കിയിട്ട് കുറച്ച് തേങ്ങ വെച്ച് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാം ഞാൻ സെറ്റാക്കണം. അഡീഷണൽ ലാസ്റ്റ് വന്നതിൻ്റെ ഒരു റൗണ്ടാണ് ആ ഇരിക്കുന്ന മാവ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആവിയിൽ കയറ്റി വേവിച്ച് കഴിഞ്ഞാൽ നല്ല ഇലയപ്പം എന്നൊക്കെ പറയില്ല, ഇതിന് ഇലയ്ക്ക് പകരം ഈ ഒരു സംഭവത്തിൽ വെച്ച് ആവിയേറ്റി എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പീസ് കടിച്ച